അതിലേക്ക് മുഖം ഇങ്ങനെയൊന്ന് മുക്കി കൊടുക്കുക. ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബ്യൂട്ടി വിത്ത് PSC വ്ലോഗ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടോ. ഈ ചൂട് കാലത്ത് നമ്മൾ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോയും കൂടി ആയിരിക്കും കേട്ടോ ഇത്. ഒരൊറ്റ കുക്കുംബർ അഥവാ വെള്ളരിക്ക കൊണ്ട് നമ്മുടെ മുഖം നന്നാക്കാനും നമ്മുടെ ശരീരം തണുപ്പിക്കാനും കൂടി പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിശ്വസിക്കാൻ പറ്റുമോ? ശരിക്കും പറ്റും കേട്ടോ. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരാം കേട്ടോ. 96% വെള്ളത്തിന്റെ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഒരു പച്ചക്കറിയാണ് നമ്മുടെ കുക്കുംബർ അഥവാ വെള്ളരി എന്ന് പറയുന്നത്. നമ്മുടെ ഈ ചൂട് കാലത്ത് നമ്മുടെ മനസ്സിനെയും ശരീരത്തിനെയൊക്കെ തണുപ്പിക്കാൻ വേണ്ടിയിട്ട് സാലഡ് ആയിട്ടോ അല്ലെങ്കിൽ വെറുതെ ഒക്കെ നമുക്ക് ഈ കുക്കുംബർ കഴിക്കാട്ടോ. അങ്ങനെ വരുമ്പോൾ നല്ലൊരു റിലീഫ് നമുക്ക് കിട്ടും. നമ്മുടെ മുഖം നന്നാക്കാനും ശരീരം തണുപ്പിക്കാനും എങ്ങനെ നമുക്ക് കുക്കുംബർ ഉപയോഗിക്കാൻ പറ്റുമെന്ന് കണ്ടിട്ട് വരാം. ആദ്യം നമുക്ക് വേണ്ടത് ഒരു കുക്കുംബർ വെള്ളരിക്കയാണ്. അപ്പൊ വെള്ളരിക്ക പകുതി മാത്രം നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ചെറിയൊരു കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കാം. അതിനുശേഷം വേണ്ടത് റോസ് വാട്ടർ ആണ്. റോസ് വാട്ടർ ഈ കുക്കുംബറിന്ന് നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്തെടുക്കാനുള്ള പാകത്തിന് നമ്മൾ ഒഴിച്ചു കൊടുക്കാം. ശേഷം നല്ലതുപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഇതൊരു ബൗളിലേക്ക് മാറ്റാം. അതിനുശേഷം വേണ്ടത് നമുക്ക് ഐസ് വാട്ടർ ആണ്. ഐസ് വാട്ടർ നമുക്ക് ഈ ബൗള് നിറയണ പാകത്തിന്, അതായത് ഇന്ന് തലമും ഇങ്ങനെ മുക്കി വെക്കാനുള്ള പാകത്തിന് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നല്ല കൂളിംഗ് ആയിട്ടുള്ള ഐസ് വാട്ടർ എടുക്കുകയാണെങ്കിൽ നല്ല റിഫ്രഷ്മെന്റ് കിട്ടും കേട്ടോ. നമ്മുടെ കുക്കുംബർ ഐസ് ഡിപ്പ് ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് മുഖം ഇങ്ങനെയൊന്ന് മുക്കി കൊടുക്കുക. അതിനുശേഷം മുഖം എടുക്കുക കേട്ടോ. നമുക്ക് ശരിക്കും ഒരു റിഫ്രഷ്മെന്റ് കിട്ടും കേട്ടോ. പിന്നെ നിങ്ങൾ മുടിയൊക്കെ ഒന്ന് നല്ലതുപോലെ ഹെയർ ബാൻഡ് എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് മാറ്റിയതിന് ശേഷം ചെയ്യാട്ടോ. ഞാൻ പെട്ടെന്നുള്ള ഒരു ഇതിൽ ചെയ്തപ്പോൾ എന്റെ മുടിയിലൊക്കെ ഒന്ന് ഫ്രണ്ടിലൊക്കെ ആയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ തുടച്ചെടുക്കുകയാണ് ചെയ്തത്. അപ്പൊ അതൊന്ന് സെക്യൂർ ചെയ്തതിന് ശേഷം നമ്മൾ പലതവണ ഇതുപോലെ മുക്കി മുക്കി എടുക്കുക. നമ്മുടെ മുഖത്ത് നല്ല രീതിയിൽ തന്നെ റിഫ്രഷ്മെന്റ് നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. കുക്കുംബറിന്റെ ആ കൂളിങ്ങും പിന്നെ നമ്മുടെ ഐസ് വാട്ടറിന്റെ ആ കൂളിങ്ങും എല്ലാം കൂടി ചേർന്നിട്ട് നമ്മുടെ മുഖത്ത് നമുക്ക് തന്നെ അറിയാൻ പറ്റും ആ ഒരു ഫീൽ ചെയ്യുന്ന ഒരു എഫക്ട് എത്രത്തോളാണെന്ന്. അപ്പൊ എങ്ങനെയാണ് കുക്കുംബർ ഐസ് ഡിപ്പ് ചെയ്യണമെന്ന് എല്ലാവരും കണ്ടല്ലോ അല്ലെ? നമ്മളിപ്പോ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മുഖത്ത് നല്ല ഫ്രഷ് ആയിട്ടിരിക്കും കേട്ടോ. മുഖം ഫ്രഷ് ആയിട്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സും അതുപോലെ തന്നെ ഫ്രഷ് ആയിട്ടിരിക്കും കേട്ടോ. പിന്നെ ബാക്കി വന്നിട്ടുള്ള ആ ഒരു കുക്കുംബറിന്റെ വെള്ളം ഉണ്ടല്ലോ, അത് നമ്മൾ കളയൊന്നും വേണ്ട, അരിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ കുളിക്കുന്ന ഒരു ബക്കറ്റിൽ ഒഴിച്ചു വെച്ചിട്ട് നമ്മുടെ ദേഹമൊക്കെ കഴുകാൻ വേണ്ടി ഉപയോഗിക്കാം കേട്ടോ. അങ്ങനെ വരുമ്പോൾ നല്ല കൂളിംഗ് ഏജന്റ് ആയിട്ട് തന്നെ ഈ കുക്കുംബർ വർക്ക് ചെയ്യുകയും ചെയ്യും. അപ്പൊ നമുക്ക് നല്ല രീതിയിലുള്ള റിലീഫ് കിട്ടും കേട്ടോ. നമ്മുടെ ഈ കുക്കുംബറിൽ ധാരാളം വൈറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻ ബിയും വൈറ്റമിൻ സിയും കാൽസ്യം, ഫോസ്ഫറസ്, ഇങ്ങനെ എണ്ണിയാലടങ്ങാത്തത്ര വൈറ്റമിൻസ് അടങ്ങിയിട്ടുള്ളതാണ് നമ്മുടെ കുക്കുംബർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിങ്ങനെ ഐസ് ഡിപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ മുഖം ലൈറ്റൺ ആകുന്നു. ഓപ്പൺ പോഴ്സ് ഉണ്ടെങ്കിൽ, അതായത് ഐസ് വാട്ടർ ആണല്ലോ, അപ്പൊ ഓപ്പൺ പോഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നല്ലപോലെ ഷ്രിങ്ക് ആകാൻ, ചുരുങ്ങാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. അത് മാത്രമല്ല, കുക്കുംബറിന്റെ ആ എക്സ്ട്രാക്ഷൻ നമ്മുടെ മുഖത്ത് തട്ടുമ്പോൾ നമ്മുടെ മുഖം ലൈറ്റൺ ആകാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. പിന്നെ ചുളിവുകളൊക്കെ ഉണ്ടാകുമല്ലോ, മിക്കവരുടെ മുഖത്തുള്ള കാര്യമാണ് ചുളിവ് എന്നൊക്കെ പറഞ്ഞത്. അപ്പൊ ഈ ചുളിവുകളൊക്കെ ഒരു പരിധിവരെ കുറക്കാനും പിന്നെ കണ്ണിന്റെ അവിടെയുള്ള താഴത്തുള്ള ഡാർക്ക് സർക്കിൾസ് ഒക്കെ കളയാനും അങ്ങനെയുള്ള എല്ലാത്തിനും ഒട്ടുമിക്ക പ്രശ്നങ്ങൾ കൂടി പരിഹാരമായിട്ടുള്ള ഒന്നാണ് കേട്ടോ ഈ ഐസ് ഡിപ്പ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് സൈനസൈറ്റിസ്, ജലദോഷം അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉള്ളവരാണെങ്കിൽ ഇത് ജസ്റ്റ് ഒന്ന് അവോയ്ഡ് ചെയ്യുക കേട്ടോ. കാരണം നമ്മൾ പിന്നെ ഐസ് വാട്ടർ ഒക്കെ ഉപയോഗിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും. ഇനി അങ്ങനെയുള്ളവരാണെങ്കിൽ വെറുതെ നമ്മുടെ കുക്കുംബർ ഒന്ന് മിക്സിയിലിട്ട് ഇന്ന് അടിച്ചെടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് കടലമാവിന്റെ ഒക്കെ ഒപ്പം ജസ്റ്റ് ഒന്ന് ഫേസിൽ തേച്ച് കൊടുക്കുക കേട്ടോ. അങ്ങനെ വരുമ്പോഴും നമുക്ക് നല്ല കൂളിംഗ് ആയിട്ടിരിക്കുകയും ചെയ്യും, നല്ല ഫ്രഷ് ആയിട്ടിരിക്കും കേട്ടോ നമ്മുടെ മുഖം. പിന്നെ കുക്കുംബറിൽ ധാരാളം ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ മുഖത്തുണ്ടാകുന്ന മുഖക്കുരു, പസ് നിറഞ്ഞ കുരുക്കളൊക്കെ ആണെങ്കിൽ അങ്ങനത്തത് അതിനെല്ലാം ഒരു പരിധി വരെ നീക്കി നിർത്താൻ വേണ്ടിയിട്ടും കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ കുക്കുംബർ സഹായിക്കും കേട്ടോ. അപ്പൊ വെള്ളരിക്ക അത്ര ചില്ലറക്കാരനായിട്ട് കാണണ്ട കേട്ടോ. അപ്പൊ വേറെ ഒന്നും ചെയ്തു കൊടുക്കാൻ പറ്റില്ല, നമ്മുടെ സ്കിന്നൊന്ന് തിളങ്ങണം അങ്ങനെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ, സമയമൊന്നുമില്ല അങ്ങനത്തെ ആൾക്കാരൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒരു കുക്കുംബർ ഐസ് ഡിപ്പ് ഒന്ന് എടുത്ത് നോക്കട്ടോ. ശരിക്കും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. ആ റിസൾട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ എഫക്റ്റീവ് ആയിട്ടുള്ളതും കൂടി ആയിരിക്കും കേട്ടോ. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്ന വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, കമന്റ് ചെയ്തേക്കണേ. പിന്നെ ആരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പുതിയൊരു സബ്ജക്റ്റ് ആയിട്ട് കാണാം ഡിയേഴ്സ്. ബൈ, ടേക്ക് കെയർ ഓൾ.